ഹായ് മക്കളെ, അപ്പം ഇലക്ട്രിക് കറണ്ട് 9th സ്റ്റാൻഡേർഡ് ഇലക്ട്രിക് കറണ്ട് 7th ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആണ്. ഷോർട്സിൽ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ പോസ്റ്റില് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സ് ഉണ്ട് മക്കളെ. 9th സ്റ്റാൻഡേർഡിലെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ്, ഫുൾ നോട്ട്സ്, ക്വിക്ക് റിവിഷൻ നോട്ട്സ്, ക്വിക്ക് വിഷ്വൽ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇലക്ട്രിക് കറണ്ടിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കാം. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിന്റെ ഷോർട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ, കണ്ടു നോക്കണം. സോ ഹിയർ വി ഹാവ് ടു ലേൺ അബൌട്ട് വാട്ട് ഈസ് ദി ചാർജ് ഓഫ് ഇലക്ട്രോൺ. എന്താണ് മക്കളെ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്? നെഗറ്റീവ് ആണ്. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളോം. എന്താണ്? കൂളോം ആണ്. വി വിൽ റെപ്രസെന്റ് ഇറ്റ് ബൈ ദി ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി വെച്ചാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് കാര്യങ്ങളായി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പെരിമെന്റ് ആണ്. വി ഹാവ് എ സ്മോൾ എക്സ്പെരിമെന്റ്. ഇതാണ് LED കപ്പാസിറ്റർ കണക്ഷനും അതുപോലെ LED ബട്ടൺ സെൽ കണക്ഷനും. അപ്പൊ ഇതിൽ ഏതിലാണ് കൂടുതൽ സമയം ബൾബ് ഗ്ലോ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് മക്കളെ, ബട്ടൺ സെല്ലും LED ആണ്. ബിക്കോസ് കപ്പാസിറ്ററിൽ എന്താണ് ഒരു മൊമെന്ററി ചാർജിനുള്ള കാര്യം മാത്രമേ ഉള്ളൂ അല്ലെ. എന്നാൽ ബട്ടൺ സെൽ അതുപോലെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതിലെ കൂടുതൽ സമയം LED ഗ്ലോ ചെയ്യുന്നത്? ബട്ടൺ സെല്ലിലാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ കപ്പാസിറ്റർ നമ്മൾ കൂടുതലും ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ വലിയ ക്ലാസ്സിൽ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്ട്രാ കോളൊക്കെ കൊടുത്തിട്ട് അതൊക്കെ വായിച്ചു നോക്കാം. ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഹൈറ്റ് കൂടിയെടുക്കുന്ന കുറഞ്ഞിടത്തേക്ക് വെള്ളം പോകും, അതൊക്കെ അറിയാം. ചൂട് കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് ചൂട് പോകും, അതൊക്കെ നമ്മൾ നോക്കി. അതുപോലെ പ്രഷർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക്. സോ ഹിയർ വി ആർ ആക്ച്വലി കൺക്ലൂഡിംഗ് ദാറ്റ് വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ ഓരോ കേസും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. സോ വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഇവിടെ പറഞ്ഞു വാട്ടർ ഫ്ലോസ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ, ഹീറ്റ് ഫ്ലോസ് ഫ്രം പോയിന്റ് ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ, എയർ ഫ്ലോസ് ഫ്രം ഇൻസൈഡ് ട്യൂബ് ടു ഔട്ട്സൈഡ് ദി ട്യൂബ്. കാരണം ട്യൂബിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, എയർ പ്രഷർ കൂടുതലുള്ളത്. അങ്ങനെ നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു മക്കളെ പഠിച്ചത്? കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും, ചാർജ് എവിടുന്ന് എവിടത്തേക്ക് മൂവ് ചെയ്യുന്ന പഠിച്ചത്. ലോ പൊട്ടൻഷ്യലിൽ നിന്ന് ഹൈ പൊട്ടൻഷ്യലിലേക്ക്, ലോ പൊട്ടൻഷ്യലിൽ നിന്ന് ഹൈ പൊട്ടൻഷ്യലിലേക്ക്. അപ്പൊ ലോ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജും ഹൈ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ചാർജും എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള ഡെഫിനേഷൻ ഉണ്ട്. എന്താണ് മക്കളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? It is the quantity of work done in moving a unit charge between these 2 points. അപ്പൊ 2 പോയിന്റ് നമ്മൾ ഒരു സർക്യൂട്ടിൽ എടുക്കുകയാണ്. ഇപ്പൊ ഇത് C ഉം D എന്ന് പറയുന്ന പോലെ ഈ 2 പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റിൽ നിന്ന് ഈ C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് D എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സിമ്പിൾ ആയിട്ട് നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. സോ അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, ഷോർട്സ്, അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെഫിനിഷൻ, പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന മറ്റു പേരുകൾ. EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വേറൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ടേം ആണ് അല്ലെ. എപ്പോഴാണ് നമ്മൾ അതിന് EMF എന്ന് പറയുന്നത്? വന്ന മക്കളെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലെ. അത് എപ്പോഴാണ് പോസിബിൾ ആവുന്നത്? ഓപ്പൺ സർക്യൂട്ടിന്റെ സമയത്താണ് പോസിബിൾ ആവുന്നത്. സ്പീഡ് ഇടക്ക് കൂടി പോകുന്നതാണ്, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? EMF. അങ്ങനെയാണെങ്കിൽ അല്ലാത്ത സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്ത് പേരാ മക്കളെ പറയോ? എന്താ പറയുന്നത്? വോൾട്ടേജ്. എന്താ പറയുന്നത്? വോൾട്ടേജ്. അതായത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്ത് പറയും? വോൾട്ടേജ്. അപ്പൊ EMF, വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതൊക്കെ സെയിം ആണ്. പക്ഷെ ഓരോ സിറ്റുവേഷനിൽ അതിന് ഡിഫറെന്റ് നെയിം ഇട്ട് വിളിക്കുന്നത് കൊണ്ടാണ് മനസ്സിലാക്കണം ആ ഒരു കാര്യം. അപ്പം ഇതൊക്കെ സെപ്പറേറ്റ് കോൺസെപ്റ്റ് ആണെന്ന് വിചാരിക്കുക. സെയിം കോൺസെപ്റ്റ്, കോണ്ടെക്സ്റ്റ് ഡിഫറെന്റ് ആകുമ്പോൾ നമ്മൾ അതിനെ വേറെ വേറെ പേര് വിളിക്കുന്നു. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അത് EMF ആയി മാറും. ഓക്കെ, ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ അതെന്തായി മാറും? വോൾട്ടേജ് ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. അപ്പം EMF എന്താണ്, വോൾട്ടേജ് എന്താണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. പിന്നെ പഠിക്കാനുള്ളത് ഇതിന്റെ യൂണിറ്റ് ആണ്. എന്താ മക്കൾ ഇതിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. ഇതൊക്കെ എളുപ്പമാണ്. പിന്നെ ഒന്നും കൂടി പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നത്?
വോൾട്ട്മീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. അത് നമ്മൾക്ക് കൂടുതൽ പഠിക്കാനുണ്ട്, വോൾട്ട്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന്. ഇത്രയേ ഉള്ളൂ. പിന്നെ യൂണിറ്റ് പറഞ്ഞു വോൾട്ട് ആണെന്ന്. അപ്പം അത് മാത്രമല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എന്താണ് ഇക്വേഷൻ എന്ന് നമ്മൾ പഠിച്ചത്? വർക്ക് ഡൺ ബൈ ചാർജ് ക്യൂ, W/Q. അപ്പൊ അതായത് ക്യൂ ചാർജിന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്കാണല്ലോ. അപ്പൊ വർക്ക് ബൈ ക്യൂ, W/Q. P പൊട്ടൻഷ്യൽ ഡിഫറൻസിന് V എന്നാണ്, ക്യാപിറ്റൽ V. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ചാർജ്. അപ്പൊ W/Q. അത് പറഞ്ഞ് പഠിക്കുക. ആദ്യത്തെ ഇക്വേഷൻ ആണ് ഇവിടെയുള്ള ആദ്യത്തെ ഇക്വേഷൻ. ആ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ കൂളം ആണ്. അതിനെ നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്നതാണ് വോൾട്ട്, അലസാൻഡ്രോ വോൾട്ട്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു പാർട്ടില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ EMF എന്താണ്, വോൾട്ടേജ് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ, യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് അല്ലെങ്കിൽ ജൂൾ പെർ കൂളം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക. അടുത്തത് അതേപോലത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്, എക്സാമിനൊക്കെ വരുന്നതാണ് സോഴ്സ് ഓഫ് EMF. അപ്പൊ നമ്മൾ ഈ എന്താണ് EMF അല്ലെങ്കിൽ നമ്മൾ EMF ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു സോഴ്സ് വേണമല്ലേ, ഇത് കൊടുക്കാൻ ഒരു സംഭവമാണല്ലോ. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് എന്തൊക്കെയാ മക്കള്? ടോർച്ച് സെല്ല്, ബട്ടൺ സെല്ല്, ജനറേറ്റർ, സോളാർ സെല്ല്. ഇതൊക്കെ ഇങ്ങനെയുള്ള സെല്ലുകളെല്ലാം ബാറ്ററി ഒക്കെ എന്താണ് സോഴ്സ് ഓഫ് EMF ആണ്. അപ്പൊ നമ്മൾ അവിടെയുള്ള എനർജി ചേഞ്ച്, ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ടോർച്ച് സെല്ലെങ്കിൽ ഡ്രൈ സെല്ല്, ബട്ടൺ സെല്ലിലൊക്കെ തന്നെ എന്താണ് കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആവുന്നത്. ഇത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ജനറേറ്ററിലാണെങ്കിൽ നമുക്കറിയാം മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി. സോളാർ ആണെങ്കിൽ ലൈറ്റ് എനർജി എന്താവും, ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇതും കൂടി പഠിച്ചു വെക്കണേ. പിന്നെ അലസാൻഡ്രോ വോൾട്ടോ ഉണ്ടാക്കിയ എന്താണ് നമ്മുടെ ആ ഒരു ഭാഗത്ത് വോൾട്ടാ സെല്ലിൽ ഒരുപാടൊന്നും നിങ്ങൾ പഠിക്കണ്ട. എന്താണ് ഇവിടെ വോൾട്ടാ സെല്ല് ഉണ്ടാവണമെങ്കിൽ ഒരു കോപ്പർ റോഡും വേണം, സിങ്ക് റോഡും വേണം. കോപ്പർ റോഡാണ് പോസിറ്റീവ് ടെർമിനൽ, എന്താണ് സിങ്ക് റോഡാണ് നെഗറ്റീവ് ടെർമിനൽ. ഇവിടെ എന്താണ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ എന്തെടുക്കുന്നത് മക്കളെ, ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പം 2 റോഡ് ഉണ്ട്, കോപ്പർ റോഡും സിങ്ക് റോഡും അല്ലേ. കോപ്പറിന്റെ ഒരു കഷ്ണമുണ്ട്, സിങ്കിന്റെ കഷ്ണമുണ്ട്. അതിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കോപ്പർ പോസിറ്റീവ് ടെർമിനൽ ആയതുകൊണ്ട് എന്താണ് വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ് സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സിങ്ക് നെഗറ്റീവ് ടെർമിനൽ ആയതുകൊണ്ട് നെഗറ്റീവ് എന്താണ് ആ ബ്ലാക്ക് കളർ ഭാഗം, വോൾട്ട്മീറ്ററിന്റെ ബ്ലാക്ക് കളർ ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാകുന്നു മക്കളെ, ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നു. അപ്പൊ വോൾട്ട്മീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കും, റീഡിങ് കാണിക്കും. അത് മനസ്സിലാക്കാനുള്ള സിമ്പിൾ വോൾട്ടാ സെൽ. സിമ്പിൾ ആയിട്ട് ഒരു വോൾട്ടാ സെൽ ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം ആണെന്ന് പറയേണ്ടത്, ഒരു കോപ്പർ റോഡ് എടുക്കുക, സിങ്ക് റോഡ് എടുക്കുക, വോൾട്ട്മീറ്റർ എടുക്കുക, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എടുക്കുക. 3 ആയാലും സംഭവമായി. ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കി ഇതിന്റെ കമ്പോണൻസ് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് മക്കൾ എന്താണ്, എങ്ങനെയാണ് പ്രൈമറി സെല്ല്, 2 ടൈപ്പ് സെല്ല്. ഇപ്പൊ നമ്മൾ സോഴ്സ് ഓഫ് EMF പഠിച്ചു. അപ്പം എത്ര ടൈപ്പ് സെല്ലുണ്ട് എന്നുള്ളത് നമ്മളിവിടെ പഠിക്കുന്നത്. എന്താണ് പ്രൈമറി സെല്ലുണ്ട്, സെക്കൻഡറി സെല്ലുണ്ട്. അതൊന്ന് എക്സാമ്പിൾ ഒക്കെ പഠിക്കണേ, ചിലപ്പോൾ ചോദിക്കാം. പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, പ്രൈമറി സെല്ല് എന്താണെന്നും പഠിക്കണം, എന്താണ് സെക്കൻഡറി സെല്ല് എന്താണെന്ന് പഠിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈമറി സെൽ ഡ്രൈ സെല്ല്, ബട്ടൺ സെല്ല്, വോൾട്ടാ സെല്ല്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? യെസ്, എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി റീയൂസ്ഡ് ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഫോർ എ സർട്ടൻ പീരീഡ്. കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലേ. നമുക്കതിനെ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് എന്ത് മക്കളെ പറയുന്നത്, പ്രൈമറി സെല്ല്. അപ്പൊ ഇതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ്. ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. പിന്നെന്താ മക്കളെ, സെക്കൻഡറി സെല്ല് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് നമുക്കതിന് കുറെ കാലം എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്താണ് സ്റ്റോറേജ് സെല്ല് എന്ന് വിളിക്കുന്നത്. മക്കളെ വിളിക്കുന്നത് സ്റ്റോറേജ് സെല്ല് എന്നാണ് വിളിക്കുന്നത്. സ്റ്റോറേജ് സെല്ല് എന്നും വിളിക്കും. അതുപോലെ തന്നെ സെക്കൻഡറി സെല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ആൻസർ ആണ് സ്റ്റോറേജ് സെല്ല്. അപ്പൊ സ്റ്റോറേജ് ചെയ്താൽ വെക്കാൻ വേണ്ടി പറ്റും, നമുക്കവിടെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള സെല്ലാണ് അതെന്ന് സെക്കൻഡറി സെല്ല്. എളുപ്പമല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്, അങ്ങനെ ഉദാഹരണം എന്തൊക്കെയാണ്, എക്സാമ്പിൾ എന്തൊക്കെയാണ്? മൊബൈൽ ബാറ്ററി. നമ്മൾ ബാറ്ററി ഇടക്കിടക്ക് മാറ്റുന്നതിന്റെ ആവശ്യമൊക്കെ ഇല്ലല്ലേ, നമ്മളത് അറിയാം. നമ്മൾ ചാർജ് തീരുന്നു, അതിന് വീണ്ടും ചാർജ് ചെയ്യുന്നു. കാറിന്റെ ബാറ്ററി അല്ലെ, ഇലക്ട്രിക് വെഹിക്കിൾസ്, ലാപ്ടോപ്പ് ബാറ്ററി, പവർ ബാങ്ക്, ലിഥിയം അയൺ ബാറ്ററി, ഇതൊക്കെ എന്താ മക്കളെ സെക്കൻഡറി സെല്ലാണ്, അല്ലെങ്കിൽ സെക്കൻഡറി ബാറ്ററീസ് ആണ്. അപ്പൊ കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്, ചാർജിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സെക്കൻഡറി സെല്ല്. അതിന് നേരെ തിരിച്ച് പ്രൈമറി സെല്ലാണെങ്കിൽ എന്താ മക്കളെ, കുറച്ചു കാലം നമുക്ക് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന്റെ ഉപയോഗത്തിന് ശേഷം ഒരു പീരീഡ് കഴിഞ്ഞാൽ, ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ റീയൂസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ബാറ്ററിയാണ് നമ്മളെ ക്ലോക്കിലേക്ക് ഇടുന്ന ബാറ്ററിയിലല്ലേ, അതിനെ പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഡ്രൈ സെല്ല്, ബട്ടൺ സെല്ല്, വോൾട്ടാ സെല്ല്. ഇതും പഠിച്ചു വെക്കോ.
വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞല്ലോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെങ്കിൽ എന്ത് വേണം മക്കളെ, എന്ത് ഡിവൈസ് ഉപയോഗിക്കേണ്ടത്? യെസ്, വോൾട്ട്മീറ്റർ. ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോൾട്ട്മീറ്റർ എങ്ങനെയാണ് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ് സെല്ലിന്റെ പോസിറ്റീവ് എപ്പോഴും കണക്ട് ചെയ്യേണ്ടത് ഒരുപോലെയാണ്, ആണല്ലോ, ഒരേ ഡയറക്ഷനിൽ. അതായത് വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവിലോട്ട് വേണം സെല്ലിന്റെ പോസിറ്റീവ് കൊടുക്കാൻ, വോൾട്ട്മീറ്ററിന്റെ നെഗറ്റീവിലോട്ട് വേണം സെല്ലിന്റെ നെഗറ്റീവ് കൊടുക്കാൻ. ഇതിലൊരു മാറ്റമില്ല. അപ്പൊ ഇത് മാറിപ്പോകരുത്, ഇത് മാറിപ്പോവാൻ പാടില്ല. പോസിറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടു നെഗറ്റീവ്, അത് മാറരുത്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അത്. ഈ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് വോൾട്ട്മീറ്റർ സെല്ലുമായി കണക്ട് ചെയ്യേണ്ടത്. അതായത് ടെർമിനൽ, നമ്മൾ അതിന്റെ നെഗറ്റീവ് ടെർമിനൽ എന്നാ പറയേണ്ട, ആ ഒരു ടേം തന്നെ ഓർത്ത് വെക്കും. പോസിറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ, ഇങ്ങനെയാണ് വോൾട്ട്മീറ്റർ സെല്ലും കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. അതും കൂടി പഠിച്ചു വെച്ചാൽ ഇത് നമ്മുടെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. സ്കിപ്പ് ചെയ്യുന്ന ഭാഗങ്ങളൊന്നും നിങ്ങൾ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ എപ്പോഴും എക്സാം ചോദിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് കോമ്പിനേഷൻ ഓഫ് സെൽ. മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആണ്. ഞാൻ ആദ്യമേ പറയും, മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഇവിടെ 3 കോമ്പിനേഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തത് നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാവും, 1.5 1.5 2 സെല്ല്, ഇവിടെയും 2 സെല്ല്. നോക്കുവാണെങ്കിൽ എല്ലാത്തിലും നമ്പർ ഓഫ് സെൽസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്, 2 2 2. 3 കേസിലും 3 കേസ് കൊടുത്തത് അല്ലെ, 7.13A 7.13B 7.13C. ഈ 3 കേസുകൾ നോക്കുവാണെങ്കിലും 3 കേസിലും equal number of cells ആണ് എടുത്തിരിക്കുന്നത്, equal number of cells. But when we are looking at the voltmeter reading, എന്താ മക്കളെ, വോൾട്ട്മീറ്ററിന്റെ റീഡിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ 3 cases. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, അപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുക. ഒന്നാമത്തെ കേസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതെന്തോ ഒരു കണക്ഷൻ ആണല്ലേ, ഒന്നിനോടൊന്നും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കണക്ട് ചെയ്യുന്നത്. എങ്ങനെയാ അറ്റാച്ച് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? വെറുതെ ഇങ്ങനെ കണക്ട് ചെയ്യാണ് ചെയ്തത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എപ്പോഴും വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ് സെല്ലിന്റെ പോസിറ്റീവ് കറക്റ്റ് ആണല്ലോ, വോൾട്ട്മീറ്ററിന്റെ നെഗറ്റീവ് സെല്ലിന്റെ നെഗറ്റീവ് അതങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെല്ലും എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ, അതായത് ഒന്നാമത്തെ സെല്ലിന്റെ നെഗറ്റീവിനോട് അടുത്ത സെല്ലിന്റെ പോസിറ്റീവ്, കണ്ടില്ലേ, അങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മാറിപ്പോകരുത്. നമ്മൾ വോൾട്ട്മീറ്ററിൽ അതേ ടെർമിനലാ കണക്ട് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കി മാറിപ്പോകരുത്. ഇതാണ് അതിന്റെ കറക്റ്റ് കണക്ഷൻ. നമ്മളിടക്ക് മക്കളെ ടോർച്ച് റിമോട്ടിലൊക്കെ ഇടുമ്പോൾ ചിലപ്പം അത് കറക്റ്റ് ആകാറില്ല, റീഡിംഗ് ഒന്നും കാണിക്കാറില്ല, പ്ലേ ആവാറില്ല. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ, ഈ പോസിറ്റീവും നെഗറ്റീവും നോക്കിയിടണം, അല്ലെങ്കിൽ അത് തെറ്റും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. എന്തെങ്കിലും കണക്ഷനിൽ തെറ്റുണ്ടോ, ഇല്ലുസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലൊക്കെ ഇതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് മക്കളെ. അപ്പൊ ഈ ഒരു കണക്ഷൻ ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കണക്ഷനെ നമ്മൾ എന്ത് പേര് പറയാം മക്കളെ? സീരീസ്. എന്ത് കണക്ഷൻ എന്ന് പറയുന്നത്? സീരീസ്. അങ്ങനെയാണെങ്കിൽ സീരീസിൽ ഞാൻ പറഞ്ഞു പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് എന്തെന്ന് സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പൊ നമ്മൾ അവിടെ റീഡിംഗ് നോക്കി എത്ര കിട്ടിയിരിക്കുന്നത്? 3 വോൾട്ട്. എത്ര മക്കൾ കിട്ടിയിരിക്കുന്നത്? 3 വോൾട്ട് ആണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ എഴുതി, എത്ര കിട്ടിയിരിക്കുന്നത്? 3 വോൾട്ട്. അതായത് നമുക്ക് മനസ്സിലാവാം ഇവിടെ 1.5 വോൾട്ടും 1.5 വോൾട്ടും. സോ വി ആർ ആഡിങ് 1.5 plus 1.5 volt. That will give the answer as 3 volt. So in the case of series connection, we will get the answer as 3 volt. എന്താണ് മക്കളെ? സം ചെയ്യുന്നു രണ്ടും 1.5ഉം 1.5ഉം. അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര ഇവിടെ വരുന്നത്? എത്രയാണ്? 3 വോൾട്ട്. ഇനി രണ്ടാമത്തെ കേസ്. നെക്സ്റ്റ് മക്കളെ രണ്ടാമത്തെ കേസാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദി ഫസ്റ്റ് കേസ്. നോക്കിയേ, ഇവിടെ സീരീസ് ആയിട്ടാണ് ഒന്നിനോടൊന്ന് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി രണ്ടാമത്തത് നോക്കിയേ, എങ്ങനെയാ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു സെല്ലിനോട് അടുത്ത സെല്ലായിട്ടല്ലേ, അത് വെറുതെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ് ചെയ്തത് അല്ല. ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ എന്താ മനസ്സിലാവുക? ഒരു സെല്ലിന്റെ പോസിറ്റീവും അടുത്ത സെല്ലിന്റെ പോസിറ്റീവും ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം. എന്താണ്? The first cell's positive is connected to the second cell's positive. അടുത്തത് എങ്ങനെയായിരിക്കും? അടുത്ത മൂന്നാമതൊന്നും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും, അതിന്റെയും പോസിറ്റീവിനോടായിരിക്കും കണക്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവും ഓരോ സെല്ലിന്റെയും പോസിറ്റീവുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു.
ഓരോ സെല്ലിന്റെയും നെഗറ്റീവ് പാർട്ടുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? പാരലൽ. എന്ത് പറയുന്നത്? എന്ത് കണക്ഷൻ എന്ന് പറയുക? പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുക. അപ്പൊ മാറിപ്പോവരുത്. ഒരു സെല്ലല്ല, ഇവിടെ ഒന്നിലധികം സെൽസ് ഉണ്ട്. ആ ഒന്നിലധികം സെൽസിനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ പോസിറ്റീവുകൾ എല്ലാം ഒരുമിച്ച്, അതിന്റെ അപ്പുറത്തെ ഭാഗത്തുള്ള നെഗറ്റീവ് സൈഡുകളെല്ലാം ഒരുമിച്ച്. അങ്ങനെയുള്ള കണക്ഷനെയാണ് എന്ത് പറയുന്നത്? സിമ്പിൾ ആണ് പാരലൽ എന്ന് പറയുന്നത്. സീരീസ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സെല്ലിന്റെ, പാരലൽ ആണെങ്കിൽ എല്ലാ പോസിറ്റീവും ഒരുമിച്ചിട്ട് അടുത്ത സെല്ലിന്റെ എല്ലാ നെഗറ്റീവിന്റെ എല്ലാം ഒരുമിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ പാരലൽ. മനസ്സിലായല്ലോ? സോ ഹിയർ യു ക്യാൻ കൺക്ലൂഡ് ദീസ് ബൈ ദീസ് ടു ഫിഗേഴ്സ് ആസ് പാരലൽ ആൻഡ് സീരീസ്. ഈ രണ്ട് കാര്യത്തിലാണെങ്കിലും എന്താണ് സീരീസ് എന്നുള്ളതും എന്താണ് പാരലൽ എന്നുള്ളതും വളരെ സിമ്പിൾ ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സീരീസിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സെല്ലിന്റെ പോസിറ്റീവും അടുത്ത സെല്ലിന്റെ നെഗറ്റീവുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലൽ ആണെങ്കിൽ എല്ലാ സെല്ലുകളും, നമ്മൾ എത്ര സെല്ലുകൾ എടുക്കുന്നുണ്ടോ ആ സെല്ലുകളുടെ എല്ലാ പോസിറ്റീവുകളും ഒരുമിച്ച് കണക്ട് ചെയ്യണം, എല്ലാ നെഗറ്റീവുകളും ഒരുമിച്ച് കണക്ട് ചെയ്യണം. സിമ്പിൾ അല്ലേ? പക്ഷെ വോൾട്ട്മീറ്റർ മാറിപ്പോരുത്. വോൾട്ട്മീറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സെല്ലിന്റെ പോസിറ്റീവും വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ്, സെല്ലിന്റെ നെഗറ്റീവും വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ പാരലലും? സെല്ലിന്റെ പോസിറ്റീവുകളെല്ലാം വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക്, സെല്ലിന്റെ നെഗറ്റീവുകളെല്ലാം വോൾട്ട്മീറ്ററിന്. അതിലൊരു മാറ്റമില്ല. പക്ഷെ സെല്ലിന്റെ കണക്ഷൻ, അതായത് സീരീസും പാരലലും ആണെങ്കിൽ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? റീഡിങ്. യെസ്, 1.5 ആണ് വോൾട്ട്മീറ്റർ റീഡിങ് കാണിക്കുന്നത്. 1.5 ആണ് വോൾട്ട്മീറ്റർ റീഡിങ് കാണിക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കിയാൽ മനസ്സിലാവും ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. അപ്പൊ ഇവിടെയും 1.5 വോൾട്ട് ഉണ്ട്. പക്ഷെ ഇത് പാരലായി കണക്ട് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് ആയിട്ടുള്ള വോൾട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? സെയിം ആണ്. ഒന്നിൻ്റെത് എത്രയാണോ അത് തന്നെയാണ് മൊത്തത്തിൽ കാണിക്കുന്നത്. ഇവിടെ ഒരു സെല്ലിന്റെ വോൾട്ട് എത്രയാ? 1.5 വോൾട്ട്. പാരലലി കണക്ട് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് വോൾട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത്രയാണ് 1.5 വോൾട്ട്. സീരീസ് ആണെങ്കിലോ നമ്മൾ അതിന്റെ സമ്മാണ്. എന്താണ്? 1.5 പ്ലസ് 1.5 പ്ലസ് 1.5. ഇവിടെ രണ്ടെണ്ണം ആയതുകൊണ്ട് 3 വോൾട്ട്. 3 4.5 വോൾട്ട്. അങ്ങനെ അതങ്ങനെ മാറും. ഇനി മൂന്നാമത്തെ കണക്ഷൻ എന്താ പറ്റിയ? റീഡിംഗ് ഒക്കെ 0 കാണിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? സെല്ലിന്റെ പോസിറ്റീവ് എപ്പോഴും വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? സെല്ലിന്റെ നെഗറ്റീവ് പോസിറ്റീവിലേക്ക്, സെല്ലിന്റെ നെഗറ്റീവ് നെഗറ്റീവിലേക്ക്. എന്തൊക്കെയോ കണക്ഷൻ ആണല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് മാറിയിട്ടേ ഉള്ളത്. മൊത്തത്തിൽ എന്തൊക്കെയോ 2 നെഗറ്റീവും 2 പോസിറ്റീവും നെഗറ്റീവിലായിട്ട് കൊടുത്ത് എന്തൊക്കെയോ അബദ്ധം കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു റോങ് കണക്ഷൻ ആണ്. അപ്പൊ അവിടെ വോൾട്ട്മീറ്റർ റീഡ് ചെയ്യോ? ഇല്ല. അതുകൊണ്ടാണ് 0 വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കണം, 2 തരത്തിലാണ് സെൽ അറേഞ്ച്മെന്റ് ഉള്ളത്. സെല്ല് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്തൊക്കെയാണ് മക്കളെ? എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? കോമ്പിനേഷൻ ഓഫ് സെൽസ് 2 തരത്തിലാണ്. ഒന്നാമത്തത് സീരീസ്, രണ്ടാമത്തത് പാരലൽ. സീരീസ് ആണെങ്കിൽ സം കാണോ, പാരലൽ ആണെങ്കിൽ സെയിം വോൾട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ. പിന്നെ മനസ്സിലാക്കേണ്ട, സീരീസ് ആണെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് സെല്ല് കണക്ട് ചെയ്യേണ്ടത്. പാരലൽ ആണെങ്കിൽ എല്ലാ പോസിറ്റീവും ഒരുമിച്ച് എല്ലാ നെഗറ്റീവും ഒരുമിച്ചിട്ടാണ്. അപ്പൊ അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുന്നതാണെങ്കിൽ മെയിൻ ആയിട്ട് കാണാനുള്ളത് എന്താണ്? മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീരീസിലാണോ പാരലലാണോ കിട്ടുന്നത്? പറഞ്ഞേ. യെസ്, മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തിനാണ് കിട്ടുന്നത്? സം ചെയ്യുമ്പോഴാണ് 3 വോൾട്ട് കിട്ടുമ്പോൾ. അത് എവിടെയാണ്? സീരീസിലാണ്. അപ്പൊ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടണമെങ്കിൽ നമ്മൾ സീരീസ് ആയിട്ട് വേണം സെൽസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? വളരെ എളുപ്പമാണ്. ഇതൊക്കെ പഠിച്ചു വെക്കാൻ ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. നിങ്ങൾ ഇതേ പഠിക്കാനുള്ളൂ. ആകെ കോമ്പിനേഷൻ ഓഫ് സെൽസ് 2 ടൈപ്സ് ആണ്, സീരീസ് ആൻഡ് പാരലൽ. മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വിൽ ഗെറ്റ് ബൈ സീരീസ് കണക്ഷൻ. ഇത്രേ പഠിക്കാനുള്ളൂ. സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വിൽ ഗെറ്റ് ബൈ പാരലൽ കണക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റൻസിലാണ് നമ്മൾ ഇങ്ങനെ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുന്നതിനുള്ള എക്സാമ്പിളും കൂടി പഠിച്ചാൽ ഇത് കംപ്ലീറ്റ് ആയി. സീരീസ് എന്താണ്? സീരീസിൽ എന്തൊക്കെയാണ് മക്കളെ വരുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിമോട്ട്, ടിവിന്റെ റിമോട്ടിൽ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. ടോർച്ച്, വാൾ ക്ലോക്ക്, ഫ്ലാഷ് ലൈറ്റ്, ഇതിലൊക്കെ തന്നെ സീരീസ് കണക്ഷൻ ആണ്. സെൽസ് കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ പാരലൽ ആയിട്ട് എന്തിലാണ് മക്കളെ കണക്ട് ചെയ്യുന്നത്? കുറച്ചും കൂടി വലിയ വലിയ ഗാഡ്ജറ്റ്സുകളാണ്. UPS സിസ്റ്റം, പവർ ബാങ്ക്, മൊബൈൽ ബാറ്ററി, ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇതുപോലുള്ളതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? യെസ്, പാരലൽ ആയിട്ട് സെല്ലുകൾ അറേഞ്ച് ചെയ്യുന്നത്. സെല്ലും ബാറ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ. എന്താ സെല്ലും ബാറ്ററിയും തമ്മിലുള്ള ഡിഫറൻസ്?
യെസ്, ഒന്നിലധികം സെല്ലുകൾ അടുക്കി വെച്ചാൽ നമ്മൾ അതിനെ ബാറ്ററി എന്ന് പറയും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചാൽ ഇവിടെയായി. പിന്നെ ഉള്ളത് ചെറിയ 2 പ്രോബ്ലംസ് ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. എക്സാമ്പിളും ചോദിച്ചിട്ട് വരും, പിന്നെ പ്രോബ്ലംസ് ഇങ്ങനെ വരും. ഇവിടെ നോക്കിയ ഒരു പ്രോബ്ലം നോക്കിയ എന്താണ് പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 4 cells with an EMF 1.5 volt. അപ്പോൾ 1.5 volt ഉള്ള 4 സെല്ലുകൾ ഉണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1.5 വോൾട്ട് ഉള്ള 4 സെല്ലുകൾ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴാണ് നമുക്ക് തരുമോ? നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താ മക്കളെ? മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടണമെങ്കിൽ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറയുന്നില്ല, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ ചെയ്യാം പ്രോബ്ലംസ്. അപ്പം ഇല്ലുസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വേണ്ട? ഈ 4 ഒരുമിച്ച് അടുക്കി വെക്കണം. ഇങ്ങനെ ഇതുപോലെ 1, 2, 3 ഒന്നും കൂടി വരക്കണം. ഇവിടെ ഒന്നും കൂടി വരച്ചാൽ എന്തായി 4 സെല്ലുകൾ സീരീസ് ആയിട്ട് അടുക്കി വെച്ചത്. അങ്ങനെ 4 അടുക്കി വെച്ചാൽ നമുക്ക് എത്രയും മക്കളെ കിട്ടുമോ? എത്രയും കിട്ടുമോ? യെസ്, 6 വോൾട്ട്. അല്ലെങ്കിൽ 4 കൂടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 4 × 1.5 ചെയ്യുക. നമുക്ക് എളുപ്പത്തിൽ കിട്ടില്ലേ? അപ്പോൾ ഇതിന്റെ ആൻസർ 6 വോൾട്ട് ആണ്. മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരക്കാൻ പറഞ്ഞാൽ ഇവിടെ ഒരു സെല്ലും കൂടി വരച്ചിട്ട് ഇവിടെ ഒരു സെല്ലും കൂടി വരക്കുക. ഇവിടെ എന്താണ്? പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇതാണ് നെഗറ്റീവ് ആണ്. ഒരു കണ്ടില്ലേ? അതായത് നെഗറ്റീവ് ടു പോസിറ്റീവ്, പോസിറ്റീവ് ടു നെഗറ്റീവ്, പോസിറ്റീവ് ടു നെഗറ്റീവ്. അങ്ങനെ വേണം സെല്ലുകൾ അറേഞ്ച് ചെയ്യാൻ സീരീസ് ആയിട്ട്. ഓക്കെ അല്ലേ? ഈ അടുത്ത ക്വസ്റ്റ്യൻ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 6 ഐഡന്റിക്കൽ സെൽസ്, നമ്മൾ എപ്പോഴും നമ്പർ നോക്കുക. 6 ഐഡന്റിക്കൽ സെൽസ്, 6 ഒരേപോലെയുള്ള സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് എത്ര വോൾട്ടാണ് കിട്ടിയത്? 9 വോൾട്ടാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു സെല്ലിന്റെ EMF എത്രയാണെന്ന് ചോദിക്കുന്നത്? വാട്ട് ഈസ് ദി EMF ഓഫ് 1 സെൽ? ഒരു സെല്ലിന്റെ നേരെ തിരിച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? നമ്മൾ എന്താണ് 6 സെല്ലുകൾ എടുത്തു പറഞ്ഞു മക്കളെ. അപ്പം 6 സെല്ലിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. നേരത്തെ പോലെ തന്നെ 6 സെല്ലിനെ സീരീസ് ആയിട്ട് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം എന്താണ് 1.5 + 1.5 + 1.5 അങ്ങനെ 6 തവണ 1.5 കിട്ടിയാൽ 9 വോൾട്ട് കിട്ടും. അല്ലെങ്കിൽ എന്താ ചെയ്യുക? 6 × 1.5 ചെയ്താൽ 9 വോൾട്ട് കിട്ടും. അതിന് പകരം എന്ത് ചെയ്താൽ മതി? 9/6 ചെയ്താൽ പോരെ? അപ്പൊ എത്ര കിട്ടും നമുക്ക് ആൻസർ? 1.5 വോൾട്ട്. അങ്ങനെ ചെയ്താലും മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എന്താണ് അത് നീ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ അതിന്റെ ഉണ്ടാക്കി തരാം എന്തായാലും. അപ്പൊ ഇതൊക്കെയാണ് വളരെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിന്റെ ഒരു ചെറിയൊരു പോർഷനാണ് സേഫ്റ്റി മെഷേഴ്സ്. മക്കളെ, അപ്പം സേഫ്റ്റി മെഷേഴ്സ് ടു ബി അഡോപ്റ്റഡ് വൈൽ യൂസിങ് സെൽസ് ബാറ്ററീസ്. കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെയാണ്? പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. കണ്ടക്ടറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ ബാറ്ററി ചവക്കാൻ വേണ്ടി പാടില്ല. ഡു നോട്ട് ച്യൂ. അല്ലെങ്കിൽ എന്താണ് ബാറ്ററി ഓവർ ഹീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓവർ ഹീറ്റ് ആകുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? ഇല്ല. മൊബൈലൊക്കെ ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് പിന്നെയും ചാർജ് ചെയ്ത് അതിനെ കൊണ്ട് കളിച്ച് നടക്കാൻ വേണ്ടി പാടില്ല. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് വാട്ടർ, ഫയർ ഇങ്ങനെയുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നിക്കൽ, കാഡ്മിയം, ലെഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് ബാറ്ററി ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഹാർംഫുൾ, പോയിസണസ് ആയിട്ടുള്ളതാണ്. അതിനെ കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. വലിച്ചെറിയാൻ വേണ്ടി പാടില്ല. സോയിൽ പൊല്യൂഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എക്സാമിന് ഇമ്പോർട്ടന്റുമാണ്.